നമസ്കാരം. വിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തല മുസ്ലിം സെന്റർ ജമാഅത്ത് മുത്തവല്ലിക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം പോലീസ് സംരക്ഷണയിൽ പോലീസ് സാന്നിധ്യത്തിൽ തന്നെ ബലമായി താഴ്തകർത്ത അഡ്മിനിസ്ട്രേറ്റർ ഭരണം ആരംഭിച്ചു. ചേർത്തല മുസ്ലിം സെന്റർ ജമാഅത്ത് മുത്തവല്ലിക്ക് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് സാന്നിധ്യത്തിൽ ബലമായി താഴ്തകർത്ത അഡ്മിനിസ്ട്രേറ്റർ ഭരണം തുടങ്ങി. നിലവിൽ അങ്ങനെ നിയമ നടപടി സ്വീകരിച്ചോളൂ സുഹൃത്തെ. മതി. അല്ല സാറിനൊരു ഇത് നമ്മളത് ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ സാറ് 2 മാസം നിങ്ങൾ കളിപ്പിച്ചില്ലേ? സാറ് സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഇന്റിമേഷൻ കൊടുത്തില്ല. പൊതുതെരഞ്ഞെടുപ്പ് നടത്താതെ വന്നതോടെ കാലാവധി കഴിയുകയും നിലവിലെ ജമാഅത്ത് കമ്മിറ്റി മുത്തവല്ലിയുമായി സഹകരിക്കാതെയും മുത്തവല്ലിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്നാണ് താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ഭരണം നിലവിൽ വന്നത്. ഞാൻ കഴിഞ്ഞ ഫെബ്രുവരി 21 ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം നിലവിലുണ്ടായിരുന്ന കമ്മിറ്റി അംഗങ്ങൾ എന്നോട് ആവശ്യപ്പെടുകയും ഒരു 10 ദിവസം ഞങ്ങൾക്ക് സമയം തരണം, ഈ 10 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഈ ഉത്തരവിനെതിരെ മേൽക്കോടതിയെ അപ്പീൽ മുഖാന്തരം സമീപിക്കുകയും ഞങ്ങൾ സ്റ്റേ വാങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ ഓഫീസിൽ വന്ന് രേഖകൾ കൈമാറുന്നതും മറ്റ് ബഹുമാനപ്പെട്ട മഹലിലെ അംഗങ്ങളോട് സംസാരിക്കുന്നതും 10 ദിവസത്തിന് ശേഷമാക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. മാന്യമായൊരു ആവശ്യമെന്ന നിലയിൽ ഞാനത് പരിഗണിക്കുകയും ബഹുമാനപ്പെട്ട വഖഫ് ബോർഡിൻ്റെ അനുമതിയോടെ തന്നെ വീണ്ടും അവരുമായി ബന്ധപ്പെടുകയും, എന്നാൽ ആയതിനു ശേഷം ആ സമയക്രമത്തിന് ശേഷവും അവർ മുത്തവല്ലിയുമായി സഹകരിക്കാതെയും ഞാൻ ചാർജ് എടുത്ത് ഇവിടെ ഒട്ടിച്ച നോട്ടീസ് ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ നശിപ്പിക്കുകയും മുത്തവല്ലിക്കെതിരെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുകയും ചെയ്തു. ആയത് റമദാനിന് ശേഷം ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടുകയും നേരിട്ട് വന്ന് സംസാരിക്കുകയും അവർ റമദാനിന് ശേഷം പെരുന്നാളും കൂടി കഴിഞ്ഞതിന് ശേഷം ഞായറാഴ്ച പൊതുയോഗം വിളിക്കാമെന്നും അവർ കമ്മിറ്റി കൂടി ആലോചിച്ച് നമ്മളെ അറിയിക്കാമെന്നും അവർ നേരിട്ട് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന സമയക്രമം കഴിഞ്ഞിട്ടും യാതൊരുവിധ നടപടിക്രമങ്ങളും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. തുടർന്ന് നമ്മൾ ഇവരെ ബന്ധപ്പെട്ടപ്പോൾ അവർ നമ്മളോട് പറഞ്ഞത് വഖഫ് ട്രിബ്യൂണലിലെ കേസിൻ്റെ അവസാനം വരെ ഞങ്ങൾ ഒരു കാര്യത്തിലും ഇവരുമായി സഹകരിക്കില്ല എന്ന് എന്നെ അറിയിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് എനിക്ക് അനുവദിച്ച സമയം ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞു. ഇനിയും എനിക്ക് എൻ്റെ ചുമതലകൾ നിറവേറ്റാൻ സാധിക്കാതെ വന്നാൽ അത് ജമാഅത്തിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഴ്ചകൾ സംഭവിക്കും. അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ വന്ന് ചാർജ് എടുക്കുകയും ഇനി അങ്ങോട്ട് പുതിയ പരിപാലന സമിതിയുടെ തെരഞ്ഞെടുപ്പ് വരെ ബഹുമാനപ്പെട്ട വഖഫ് ബോർഡ് നിയോഗിച്ച മുത്തവല്ലിയുടെ നിയന്ത്രണത്തിലായിരിക്കും ഈ സെൻട്രൽ ജുമാ മസ്ജിദ് പരിപാലനം നടക്കുന്നത്. ചേർത്തല മുസ്ലിം ജമാഅത്ത് പൊതുതെരഞ്ഞെടുപ്പ് 1 വർഷമായി നടക്കാതെ വന്നപ്പോൾ ചില അംഗങ്ങൾ വഖഫ് ബോർഡിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുക്തവല്ലിയായി ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സജിൽ ഇബ്രാഹിമിനെ നിയമിക്കുകയായിരുന്നു. ചേർത്തലപ്പള്ളിയുടെ ഭരണകാലാവധി എന്ന് പറയുന്നത് 2 വർഷ കാലാവധിയാണ്. എന്നാൽ 2 വർഷ കാലാവധി കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടില്ല, ഇവർ കമ്മിറ്റി വിളിക്കാത്തതിനെ തുടർന്നാണ്. അതുപോലെ തന്നെ കമ്മിറ്റി വിളിക്കില്ല, അതേപോലെ തന്നെ 10 കൊല്ലത്തേക്ക് വിളിക്കില്ല എന്ന രീതിയിലുള്ള ഒരു പ്രകോപനപരമായിട്ടുള്ള സമീപനം കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡിൽ കേസ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഇവരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുണ്ട്, നിങ്ങൾ പൊതുയോഗം വിളിക്കണം എന്ന് പലതവണ ഞങ്ങൾ നോട്ടീസ് കൊടുത്താണ്, മഹല്ലിവാസികളടങ്ങുന്ന ആൾക്കാർ നോട്ടീസ് കൊടുത്താണ്. എന്നിട്ടും ഇവർ വിളിക്കില്ല എന്ന സമീപനമാണ് ഉണ്ടായത്. അതിനെ തുടർന്നാണ് കേരള സംസ്ഥാന വഖഫ് ബോർഡിലേക്ക് നമ്മൾ പരാതി കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരോട് വഖഫ് ബോർഡ് നിരന്തരം നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ കമ്മിറ്റിക്ക് നിങ്ങൾ പൊതുയോഗം വിളിക്കണമെന്ന്. കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് നമ്മൾ പരാതി കൊടുത്തതിൻ്റെ സമയത്ത് തന്നെ ഇവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതാണ് കമ്മിറ്റി വിളിക്കണമെന്ന് പറഞ്ഞിട്ടും ഇവർ കമ്മിറ്റി വിളിക്കാൻ കൂട്ടാക്കിയില്ല. നിരന്തരം അതിനുശേഷം പിന്നെ കമ്മിറ്റി ഇവരോട് ഹാജരാകാൻ പറഞ്ഞിട്ട് പോലും ഹാജരാകാൻ ഇവർ കൂട്ടാക്കിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് എന്ത് ചെയ്തത്, ഇവിടെ ഒരു താൽക്കാലികമായിട്ട് ഒരു ഇൻട്രീം മുത്തവല്ലി റിട്ടേണിംഗ് ഓഫീസർ, ഇവിടെ ഇലക്ഷൻ നടക്കണം, അതായത് 2 വർഷത്തെ കാലാവധിയാണുള്ളത്. 3 വർഷമായിട്ട് ഇതുവരെയായിട്ടും തെരഞ്ഞെടുപ്പ് നടത്തുകയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്തിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി 2 ചാർജ് എടുക്കാനെത്തിയ സജിനെ പള്ളി ഭാരവാഹികൾ 10 ദിവസത്തെ കാലാവധി തരണമെന്നും അതിനുള്ളിൽ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അത് നടക്കാതെ വന്നതോടെയാണ് വഖഫ് ബോർഡ് മുത്തവല്ലി പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് നൽകിയത്.
ഇടക്കാല മുത്തവല്ലി ഹൈക്കോടതിയെ സമീപിക്കുകയും ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയോടും ചേർത്തല സ്റ്റേഷൻ ഓഫീസറോടും മുത്തവല്ലിയുടെ പ്രവർത്തനങ്ങൾക്കും ഓഫീസിനും പൂർണ്ണവും ശക്തവുമായ പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ശോഭ അന്നമ്മ ഈപ്പനാണ് ഉത്തരവ് നൽകിയത്. തുടർന്ന് വെള്ളിയാഴ്ച 12 മണിയോടെ പോലീസ് സാന്നിധ്യത്തിൽ ഓഫീസിന്റെ താഴ് പൊളിച്ച് അകത്ത് കയറി അഡ്മിനിസ്ട്രേറ്റർ ഭരണമേറ്റെടുത്തു. അതേസമയം താഴ് തകർത്ത് അകത്ത് കയറുവാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിട്ടില്ല എന്നും ഇതിനെതിരെ ഹൈക്കോടതിയെയും വഖഫ് ട്രൈബ്യൂണലിനെയും നിയമപരമായി സമീപിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മുത്തവല്ലിക്കെതിരെ നിയമപരമായി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തങ്ങൾ ശ്രമിക്കുന്നതെന്നും നിലവിൽ യാതൊരു പ്രശ്നങ്ങളില്ല എന്നും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുവാനുള്ള ചിലരുടെ ഗൂഢശ്രമങ്ങളാണ് ഇതിന് പിന്നിലെന്നും നിലവിലെ കമ്മിറ്റി ഭാരവാഹികളും പറഞ്ഞു. പള്ളിയിലെ ഇന്ദ്രമുത്തവല്ലിയായിട്ട് നിയമിതനായിട്ടുള്ള അഡ്വക്കേറ്റ് സജൽ എന്ന് പറയുന്ന അദ്ദേഹം ഇവിടെ ഫംഗ്ഷൻ നടത്തുവാനും അല്ലെന്തെങ്കിലും തരത്തിലുള്ള സ്പീച്ചുകൾ നടത്തുവാനും അദ്ദേഹത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറിയോ പ്രസിഡന്റിനോ ഒരു ഇൻറ്റിമേഷൻ കൊടുക്കാതെ, ഒരു അറിയിപ്പ് കൊടുക്കാതെയാണ് അദ്ദേഹം ഇന്ന് ചാർജ് എടുക്കാൻ വേണ്ടി പള്ളിയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ ഓഫീസിൻ്റെ പ്രവർത്തനം ഇന്ന് ഇല്ലായിരുന്നു, നമ്മുടെ സെക്രട്ടറി പ്രസിഡന്റ് ഇല്ലായിരുന്ന ഒരു സാഹചര്യത്തിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഓർഡർ ഹൈക്കോടതി കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ലോ ആൻഡ് ഓർഡർ പാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷനാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതിനെ മറികടന്നുകൊണ്ട് ബ്രേക്ക് ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു ദുരുദ്ദേശത്തോടു കൂടി പരിപാലനമായിട്ടുള്ള പള്ളിയുടെ ജമാഅത്തിൻ്റെ ഓഫീസ് തകർത്ത് അദ്ദേഹം അകത്ത് കയറുന്ന ഒരു സംവിധാനമാണ് ഇപ്പം നിലവിൽ വന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ജമാഅത്ത് പോലീസിൽ കംപ്ലൈൻറ്റ് അദ്ദേഹത്തിനെതിരെ കൊടുക്കുകയും പിന്നെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ജമാഅത്തിൻ്റെ തീരുമാനം.